പൊതുമേഖലാ സ്ഥാപനവും പ്രൈവറ്റ് സ്ഥാപനവും തമ്മിൽ ആവശ്യം എങ്ങനെ മനസ്സിലാക്കുന്നു? ഇപ്പൊ നമ്മുടെ KSRTC KCB ഒക്കെ പലരും ആവശ്യമില്ല എന്ന് പറയുന്നത് എല്ലാം പ്രൈവറ്റിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ചോദ്യം മനസ്സിലായി, ഇതൊക്കെ എപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. ആ, 50 പേര് മാത്രമുള്ള ഒരു ഗ്രാമത്തിലേക്ക് ബസ് വേണമെന്ന് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വണ്ടിക്കാരന് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഉം. കാരണം അത് അവർക്ക് ലാഭകരമായി അത് ഓടിക്കാൻ പറ്റത്തില്ല. ആ 50 പേർക്ക് ബസ് വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന പൊതുവായ ഒരു സ്ഥലത്തു നിന്നേ പറ്റൂ. ഉം. മറ്റിടത്തുനിന്ന് വേറിടത്തുനിന്ന് റിസോഴ്സ് എടുത്ത് ആ 50 പേരുടെ ജീവിത ആവശ്യത്തിന് അത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന് മാത്രമേ കഴിയൂ. രാത്രി 9 മണിക്ക് ശേഷം ഒരു വണ്ടി ഇടണം എന്ന് തീരുമാനിക്കണമെങ്കിലും അതുപോലെ ആവശ്യമായിട്ട് വരും. ഇതുപോലുള്ള പക്ഷെ അവർക്ക് ലാഭകരമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മനുഷ്യരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അത് അവർക്ക് തിരിച്ചറിയുമ്പോഴാണ് മാത്രമായിട്ട് അവിടെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം. ഏ അല്ല, അവർക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് സംവിധാനം നിൽക്കാൻ പറ്റുമോ, അതോ ഫുൾ എല്ലാവർക്കുമായിട്ടാണ് നിൽക്കേണ്ടത്? ആ കണിശമായിട്ട് പറ്റും. അതിനാണ് ഗവൺമെന്റ് ഉണ്ടാകുന്നത്. അല്ലാതെ ലാഭകരമായി കാര്യങ്ങൾ ഓടിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന സ്ഥലമല്ല ഗവൺമെന്റ് എന്ന് പറയുന്നത്. അവസാനത്തെ പ്രധാനമാണ് കാണുന്നതാണ് അതിന്റെ വ്യത്യാസം. ചെറിയൊരു മേഖലയിൽ മാത്രമേ പറ്റൂ. ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ആവശ്യമാണ്. അത് നിങ്ങൾ ഒരാൾക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതിനേക്കാളും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അതുണ്ടാകുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഗുണകരമാണെന്ന് തോന്നുന്നിടത്ത് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അത് നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പബ്ലിക് സെക്ടറിൽ നിൽക്കുന്നതിനകത്ത് മാത്രം നിൽക്കേണ്ട ഒരെണ്ണമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്. അല്ലാതെ പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ധാരാളം മനുഷ്യർക്ക് ദുരിതം ഉണ്ടാക്കുന്ന അത് പണ്ടേ മനുഷ്യർ അങ്ങനെ തന്നെയായിരുന്നു. ഗവൺമെന്റ് എന്ന് പറഞ്ഞ സാധനമൊക്കെ രാജാവിന് പകരം ഉണ്ടാകുമ്പോഴാണ് ഓരോ ആളിനും പ്രധാനമാണെന്ന്. കണ്ണ് കാണാത്തവന് പറ്റുന്ന തരത്തിലുള്ള ഒരു 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 വഴിയിട്ട് ഒരു വണ്ടി ഉണ്ടാക്കാൻ ആലോചിക്കാൻ ഒക്കുന്നത് അപ്പൊ മാത്രമേ പറ്റൂ. ചെവി കേൾക്കാത്തവനും കണ്ണ് കാണാത്തവനും കാലില്ലാത്തവനും ഒക്കെ കയറി വരാൻ പറ്റുന്ന തരത്തിലുള്ള വഴികളും സാധനങ്ങളും ഒക്കെ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ലാഭകരമായ ഓടിക്കുന്ന ലോകത്ത് നടക്കത്തില്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രം നമ്മുടെ ജീവിതത്തിൽ മതിയെന്ന് തീരുമാനിക്കുന്ന സിസ്റ്റത്തിന് പറ്റത്തില്ല. ഇതൊക്കെയാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പബ്ലിക് സെക്ടർ ഇല്ലാത്തടത്ത് ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. അത് പണ്ട് കാലത്ത് രാജാക്കന്മാര് അങ്ങനെ മാത്രമാണ്, പണമുള്ളവർ മാത്രം ജീവിച്ചിരുന്നതും പണമുള്ളവർ ജീവിതത്തിന്റെ ഗുണം അനുഭവിച്ചിരുന്നതും മാത്രമാണ്. ഇന്ന് നമ്മൾ കാണുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതൊന്നും ഒരു കാലത്തും അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാതിരിക്കുകയും കാർ മാത്രം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സാധനം അവർ ചെയ്യാതിരിക്കുന്നത് വഴിയാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് രോഗം വന്നാല് 99% ആ ദുരിതം പിടിച്ച അവസ്ഥയിലെ പെടും. വളരെ വികസിച്ച സമൂഹമാണ്. ഇത്രയധികം വീടില്ലാത്ത ആൾക്കാർ വേറെ ലോകത്തിപ്പോ ഈ കേരളത്തിൽ ഒരു റോഡിനകത്ത് വീടില്ലാതിരിക്കുന്ന ഒരാളെ കാണത്തില്ല. ഒരു ധനവും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ അമേരിക്കയിൽ ഇത്രയധികം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണമുള്ള രാജ്യമാണ് അമേരിക്കയിൽ. എത്രയധികം വീടില്ലാത്ത മനുഷ്യരവിടെ. അതൊക്കെ വീടുണ്ടായിരുന്നവർക്ക് ഇല്ലാതായവരാണ്. അല്ലാതെ ദരിദ്രരായിട്ട് ആദിവാസികളായിരുന്ന മനുഷ്യരുടെ ലോകം പോലും അല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുടിലിൽ കഴിയുന്നവർ ആദിവാസികൾ ഇന്നും കാണും. പക്ഷെ അവർ അങ്ങനെ തന്നെയായിരുന്നു ജീവിച്ച് തുടർന്നെന്നുള്ള കാര്യം നമുക്കറിയാം. അവരതിൽ നിന്ന് മാറി വരാനായിട്ട് എടുക്കുന്ന കാലതാമസത്തിന്റെ പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന റേഷൻ സംവിധാനമുണ്ട്. അതൊന്നും അമേരിക്കക്കാർക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് എങ്ങനെ വരുന്നു എന്നറിയണം. അത് രണ്ടും കൂടെ ഇടകലർന്ന് നിൽക്കുന്ന മിക്സ്ഡ് എക്കോണമി എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ത്യക്കകത്ത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പഴയ രാജാവിന്റെ സിസ്റ്റം അങ്ങനെ തന്നെ നിൽക്കുന്ന കാരണം കൊണ്ട് മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും അതിനകത്ത് പ്രൈവറ്റ് എന്റർപ്രൈസസ് ആണ് മുന്നേ നിൽക്കുന്നത്. അതുകൊണ്ടാണ്
ആ നിലവാരത്തിലുള്ള ദുരിതങ്ങൾ വടക്കേ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്നത്. നമുക്കിവിടെ താരതമ്യേന പബ്ലിക് സെക്ടർ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു നിൽക്കുന്നത് കാരണം കൊണ്ടാണ് സാർവത്രിക വിദ്യാഭ്യാസവും സാർവത്രികമായിട്ടുള്ള എന്താണ് ഒരു ഈ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതികളും ഒക്കെ ഉണ്ടാകുന്നത്.